കെ സുഹൈൽ തുടരുന്നുണ്ട്. സുഹൈൽ, ആദ്യഘട്ടത്തിൽ ബന്ദി കൈമാറ്റം, സൈനിക പിന്മാറ്റമൊക്കെ നടക്കുന്നു. ഇന്ന് ഇപ്പോൾ സേനാ പിന്മാറ്റം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ബന്ദി കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക? ഇനി തുടർഘട്ടങ്ങൾ 3 ഘട്ടങ്ങളിലായാണല്ലോ വെടിനിർത്തൽ. അപ്പോൾ ആദ്യഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണ് വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നത്? രണ്ട് വിഭാഗം എന്നത് നോക്കിയാണോ തുടർ ചർച്ചകളൊക്കെ ഉണ്ടാവുക? ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ കൗതുകത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു ദൃശ്യം എങ്ങനെയായിരിക്കും ഹമാസ് ഈ ബന്ദികളെ വിട്ടു നൽകുക എന്നുള്ളതാണ്. 3 ബന്ദികളെയാണ് ഇന്ന് വിട്ടു നൽകുക. 3 പേരും സ്ത്രീകളായിരിക്കും എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും? നമുക്കറിയാം, ആദ്യഘട്ട വെടിനിർത്തൽ കഴിഞ്ഞ വർഷം നടന്നപ്പോൾ ഗസ സിറ്റിയിൽ നിന്ന് ഈ ബന്ദികളുമായി ഹമാസിൻ്റെ സേന പൊങ്ങി വരുന്ന കാഴ്ച, അത് അത്ഭുതത്തോടു കൂടിയാണ് ലോകം നോക്കി നിന്നത്. ഇപ്പോൾ ഹമാസിനെ എല്ലായിടങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കി, അല്ലെങ്കിൽ അവരെ സൈനിക ശേഷി തകർത്തു എന്ന് പറയുന്ന ഇസ്രായേൽ ആ ബന്ദികളെ കാത്തിരിക്കുകയാണ് ഗസയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന്. അപ്പോൾ ഏത് പ്രദേശത്ത് നിന്നാണ് ഈ ബന്ദികളെ കൈമാറുക? അത് വടക്കൻ ഗസയിൽ നിന്നായിരിക്കുമോ, തെക്കൻ ഗസയിൽ നിന്നായിരിക്കുമോ, അതിലെ ഗസ സിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്, അവിടെ നിന്നായിരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏറെ കൗതുകത്തോടു കൂടി ലോകം നോക്കി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനമായത്, ഇത്രയും കാലമായിട്ട് പോലും 15 മാസമായിട്ട് അമേരിക്കയ്ക്കും അതേപോലെ തന്നെ ഇസ്രായേലിനും അവരുടെ മുഴുവൻ സൈനിക ശേഷിയും അതേപോലെ തന്നെ ഇൻ്റലിജൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരഞ്ഞിട്ട് പോലും കിട്ടാത്ത ഒരു കാര്യം, അത് ഇന്ന് ഏതായിരുന്നാലും പുറത്തു വരികയാണ്. അവർ ജീവനോടുകൂടി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്രയും വലിയ ആക്രമണങ്ങൾ നടന്നു, പല പ്രദേശങ്ങളും വലിയ ബോംബുകളിട്ട് തകർത്തു, ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഗസക്കാർ ദുരിതയാതന അനുഭവിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അപ്പോഴും ഈ ബന്ദികളെ സംരക്ഷിക്കാനും അവർക്ക് വെള്ളവും ഭക്ഷണവും ആരോഗ്യവും ചികിത്സയും നൽകാനും ഏറ്റവും കൂടുതൽ ഹമാസിന് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ജീവനോട് കൂടി 3 ബന്ദികളെങ്കിൽ 3 ബന്ദികൾ ഇന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ അത്ഭുതമുള്ളൊരു കാഴ്ചയായിരിക്കും. ആ കാഴ്ചയിലേക്കാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകം ഉറ്റുനോക്കുന്നത്.